അങ്ങനെ അമ്മ എന്നെയൊക്കെ അമ്മനെ സെറ്റാക്കി തരും, അമ്മനെ കാച്ചി വെളിച്ചെണ്ണ കാച്ചി അമ്മനെ റെഡിയാക്കി തരും. അതൊന്ന് നോക്കട്ടെ. അയക്കണോ? കൊള്ളാലോ സംഭവം. ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് ആൻഡ് ടാലൻ്റ് ആയിട്ടുള്ള ഡെനിം ഡിസൈനറാണ് അമൽനാഥ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ഡെനിം ഡിസൈനറാണ്, പഠിക്കുന്നുണ്ടോ? ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം എത്ര വർഷമായി പഠിക്കാൻ? ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ ഈ ഒരു ഡെനിം ഡിസൈനിങ്ങിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു സംഭവം എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ മാമിൻ്റെ പോയി നിൽക്കുമ്പോഴേ നമുക്ക് ഒരു ദിവസം നനഞ്ഞ ആകതായിട്ട് ഇടാൻ ഡ്രസ്സ് ഉണ്ടായില്ല. അപ്പൊ ഞാൻ ഉള്ള ഡ്രസ്സ് മാമിൻ്റെ ഒരു പാൻറ് എടുത്തിട്ട്, മറ്റേ പഴയ ബെൽ ബോട്ടം പാൻറില്ലേ, അങ്ങനത്തെ സംഭവം അതിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാരെല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണ പോലെ 2-4 കൊല്ലം മുമ്പാണ്. ആ ടൈമിലൊക്കെ അത് ഇടാന്ന് പറയുന്നത് ആരും അങ്ങനെ ഇടാറില്ല. അപ്പൊ എല്ലാവരും നോക്കണപ്പോ കുറച്ച് വെറൈറ്റി വന്നു. അപ്പൊ പിന്നെ ഞാൻ ആ മൂടനെ കണ്ടിന്യൂ ചെയ്ത് പോയി. വീട്ടിൽ വന്ന് പഴയ എല്ലാ പാൻറ്റും എടുത്തിട്ട് അങ്ങനത്തെ കുറച്ച് നമ്മുടെ വർക്കുകൾ കയറ്റാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കയറ്റിയിടുമ്പോ അത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് അവർക്കും കൂടി ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എല്ലാ കടികൾക്കൊക്കെ ചെയ്ത് കൊടുത്ത് കുറച്ചങ്ങനെ വർക്കുകൾ തുടങ്ങി. അങ്ങനെ വന്നു. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ ഇവിടം വരെ എത്താൻ പറ്റില്ല, നല്ല സന്തോഷമുണ്ട്. ഞാനിപ്പോ ചെറിയൊരു സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ പണി നടക്കാണ്. നമ്മൾ സ്വന്തമായിട്ട് ഡെനിം വർക്ക്സ് മാത്രമേ ചെയ്യുള്ളൂ. വേറെ മെറ്റീരിയൽ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല, ഡെനിം മാത്രം. എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ സത്യമായിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. ഈ ഒരു കോൺസെപ്റ്റ് നല്ലൊരു കോൺസെപ്റ്റാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബാഡ് എക്സ്പീരിയൻസ് ആൾക്കാരുടെ കുറച്ച് ഇതോള് മാത്രമേ ഉള്ളൂ. അതായത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ കോസ്റ്റ്യൂം ഒക്കെ ഇറങ്ങുമ്പോൾ ഞാൻ സാധാരണ നോർമൽ കോസ്റ്റ്യൂം അങ്ങനത്തെ രീതിയിൽ ഇതുപോലെ ഭയങ്കര യുണീക്ക് ആയിട്ട് ചെയ്യണം. നമ്മള് എല്ലാവരുടെ ഇടയിൽ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാരൊന്നും അപ്പൊ അങ്ങനെ ഇറങ്ങുമ്പോ മുടി ഇതുള്ളൊക്കെ ഉള്ളതുകൊണ്ട് പോണവര് പറഞ്ഞ പോണു കഞ്ചാവടി അങ്ങനെ അങ്ങനെ സാധനം വരും. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾ അങ്ങനെ പറയുള്ളൂ. പിന്നെ ഈ മുടി ഇങ്ങനെ ചെയ്തതിന് വീട്ടിലെന്തെങ്കിലൊക്കെ അമ്മയാണ് സെറ്റ് ചെയ്ത് തരില്ല. അതെ, അമ്മയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇങ്ങനത്തെ മുടിയൊക്കെ ഇങ്ങനെ വാഷ് ചെയ്യാ? അങ്ങനെ അമ്മ എന്നെയൊക്കെ അമ്മനെ സെറ്റാക്കി തരും, അമ്മനെ കാച്ചി വെളിച്ചെണ്ണ കാച്ചി റെഡിയാക്കി തരും. അതൊന്ന് നോക്കട്ടെ. അയക്കണോ? വെറുതെ അല്ല, ഇപ്പം ഡിസൈനിങ് വർക്ക് ആണെങ്കിലും കുറച്ച് വെറൈറ്റി തന്നെ. ആളുടെ അപ്പിയറൻസ് ആണെങ്കിലും ഭയങ്കര വെറൈറ്റി ആണ്. ഒരു യൂണിക് സ്റ്റൈലിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ കൂടുതലും ഷോസുകളാണോ ചെയ്യാറുള്ളത്? ഫാഷൻ ഷോസ് അങ്ങനത്തെ കോസ്റ്റ്യൂമാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യണേ. അപ്പൊ ഷോയ്ക്കൊക്കെ ഇറക്കാൻ പറ്റുമ്പോൾ കുറച്ചും കൂടി വെറൈറ്റി തീമാണ് ഉദ്ദേശിക്കണം. നമ്മൾ നോർമൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരാത്തൊരു വരുത്താനാണ് നോക്കണം. അപ്പൊ എത്ര ഷോസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്? ഒരു 5-6 ഷോസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മളിപ്പോ തുടങ്ങി സെറ്റായി വരണുള്ളൂ, റെഡിയാക്കി എടുക്കണം. ഓക്കെ. പിന്നെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പം സപ്പോർട്ട്, എല്ലാവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടല്ലേ ചെയ്ത്? എനിക്ക് മെയിനായിട്ട് എന്ന് പറയുമ്പോൾ ചേട്ടൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തരണതാണ്. അപ്പോൾ ചേട്ടൻ സ്റ്റിച്ചിങ് കണ്ടിട്ടാണ് ഞാൻ ലൈനിൽ ഇങ്ങോട്ട് എത്തണേ. അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ എന്താ പറയുക ചെറിയ സ്റ്റിച്ചിങ്ങിൻ്റെ സിറ്റി സെൻറ്ററിലൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവരിങ്ങനെ ഷർട്ട് പാൻറ്റൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിവശമൊക്കെ ഉണ്ടാവും. അപ്പോൾ അടിഭാഗമൊക്കെ വേസ്റ്റായിട്ട് കളയാൻ വേണ്ടി അവർ കൂട്ടിയിടും. അപ്പോൾ നമ്മളത് പോയിട്ട് കളക്ട് ചെയ്യും, ചേട്ടോട് കൊടുന്ന് വയ്ക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഞാൻ അലക്കി അതിൽ നിന്ന് അങ്ങനെ പഠിച്ചതാണ്. നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് ഡ്രീമും കാര്യങ്ങളൊക്കെ? എങ്ങനെ ഞാൻ പറഞ്ഞു, നമ്മൾ സ്വന്തമായിട്ട് ബ്രാൻഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മങ്കിമോങ് ഡെനിം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊന്ന് സെറ്റാക്കി ഒന്ന് എടുക്കണം, ഒന്ന് കുറച്ച് റെഡി ആയി എടുക്കണം. നല്ല നമ്മുടേതായിട്ടുള്ള കുറച്ച് പ്രൊഡക്ഷൻസ് ഇറക്കണം, ആൾക്കാർ 4 ആൾക്കാർ അറിയുന്നത് സെറ്റായിട്ട് എടുക്കണം. ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇപ്പൊ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എത്ര വർഷമായി? ഞാനിപ്പോ ഫസ്റ്റ് ഇയർ ആണ്. നമ്മളിപ്പോ കുന്നംകുളം GFD എന്ന് പറയാം, ഗവൺമെന്റ് പോളി. അവിടെ പഠിക്കും, ഗവൺമെന്റ് ആയിട്ട് തന്നെയാണ്. 2 കൊല്ലത്തെ കോഴ്സ് തന്നെ, ഡിപ്ലോമ കോഴ്സ്. കഴിയാറായോ? ഇല്ല, ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ അല്ലേ? അപ്പൊ അതിന് മുമ്പ് തന്നെ ഈ സംഭവങ്ങൾ ചെയ്യാൻ തുടങ്ങി? ഞാൻ ആക്ച്വലി 2-2.5 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിനായിട്ടാണ് കയറിയത്. പക്ഷെ അവിടെ കയറിയോണ്ട് എനിക്ക് വളരെ ഉപകാരമായി. കുറെ കാര്യങ്ങളൊന്നും കൂടി പഠിക്കാൻ പറ്റും. നമ്മളൊന്നും പഠിക്കാതെ ബേസും കൂടി അറിയാതെ ഞാൻ സ്റ്റിച്ചിങ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. വെറുതെ ഒരു കൗതുകത്തിന് വെറൈറ്റി പിടിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഇതിനെപ്പറ്റൊന്നും അറിയാതെ തുടങ്ങിയതാ. ഇവിടെ പോയിട്ടുണ്ട് കുറച്ചും കൂടി. ഇതിനെ കുറിച്ചുള്ള സ്കോപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടോ? ഇത് നമ്മുടെ ഇന്ത്യയിലകത്താണോ പുറത്താണോ? അങ്ങനെ
തോന്നിയിട്ടില്ല. നമ്മളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു യൂണിക് സ്റ്റൈൽ കൊണ്ടുവരാനാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ പക്ഷേ ഇത് എന്തുട്ട് ഇത് ഇട്ട് നടക്കണേ, ഇവർക്ക് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതി വന്നിട്ടില്ല. ഈ സംഭവം നമ്മൾ പുറത്ത് പോയിട്ട് ഇട്ട് നടക്കുകയാണെങ്കിൽ അവർക്ക് നോർമലാണ്, ആരും ശ്രദ്ധിക്കില്ല. നമ്മളവിടെ ഇങ്ങനത്തെ ഇട്ട് നടക്കുമ്പോൾ ആൾക്കാർ എല്ലാവരും കൈയ്യായിട്ട് ഇങ്ങനെ നോക്കി എന്തോ പോണ ഈ സംഭവിക്കുക, അവർക്ക് ഇതെന്തോ വലിയൊരു കാര്യം. അത് ശരിയാണ്. നമ്മളിത് പുറത്ത് പോയിട്ട് നമ്മൾ ഈ കോസ്റ്റ്യൂം ഇട്ട് നടക്കുമ്പോൾ അവർക്കൊന്നും തോന്നില്ല. ഈ സാധനം നോർമൽ ആൾക്കാരാണ്. നമ്മളെ ഈ ഒരു ചുറ്റുപാട് തന്നെ ഇവിടുത്തെ ആളുകളെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റി ഇതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. ഏകദേശം മാറിയിട്ടുണ്ട്, ഞാൻ അങ്ങനെ ആക്കി. അതെല്ലേ, അത് അടിപൊളിയാണല്ലോ. പിന്നെ അച്ചീവ്മെന്റ്സ് ഒക്കെ എങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ചെറിയ കട്ട് പീസ് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടാണ് താടി എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഇപ്പോഴും അറിയില്ല, എന്താ അറിയുന്നില്ല. അപ്പൊ ആളുടെ അടുത്ത് ഇങ്ങനെ കഷ്ണങ്ങൾ കളക്ട് ചെയ്ത് തുടങ്ങിയതാണ് ഡ്രസ്സുകളൊക്കെ ചെയ്യാൻ. അപ്പൊ നമ്മൾ ആ നേരം ബൾക്കായിട്ട് ജീൻസ് എടുത്തിട്ട് അങ്ങനെ ചെയ്യണം. അപ്പൊ സ്റ്റിച്ചിങ് തുടങ്ങാറായി. ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നമുക്ക് തൃശ്ശൂർ ക്ലാസിക് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടുത്തെ ചേട്ടന്മാരാണ് നമുക്ക് ജീൻസ് ഒക്കെ തരുന്നത്. അപ്പൊ അവർക്ക് യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ല, നമ്മള് ഫ്രഷ് നല്ല ജീൻസ് ആണ് എടുക്കണം. അവിടെ നിങ്ങൾ ആദ്യമേ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ അത് കൊടുക്കും? അങ്ങനെയല്ല, നമ്മൾ ആ ജീൻസ് എടുത്തിട്ട് ആ ജീൻസ് കട്ട് ചെയ്ത് ബാഗ് ആക്കണേ ബാഗ് ആക്കാം, സ്കേർട്ട് പാന്റ് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് പല ഡിസൈൻസ്. ഇപ്പൊ കറക്റ്റ് ചെയ്യുന്നത് എന്താണ് സംഭവം? ഇപ്പൊ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ബാഗ് ചെയ്യുന്നുണ്ട്, പാൻസ് ചെയ്യുന്നുണ്ട്, ജാക്കറ്റ് ചെയ്യുന്നുണ്ട്, ഷർട്ട് ചെയ്യുന്നുണ്ട്, പാവാട, സ്കേർട്ട്, ടോപ്പ്. ജീൻസിന്റെ ഒരു മേളാണ്, ജീൻസിന്റെ ഒരു കഴിയാണ്. അതൊരു പ്രത്യേകതയാണല്ലോ, ജീൻസുമ്പോ മാത്രമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. വെറൈറ്റി സ്റ്റൈലാണ് കേട്ടോ. എന്തായാലും അപ്പോൾ നമുക്കൊരു വർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എങ്ങനെയാണ് സംഭവം? ഞാനിപ്പോ ഒരു ടാറ്റു ആർട്ടിസ്റ്റ് ഒരു ബാഗ് ചെയ്യാൻ പറഞ്ഞു. ആളുടെ മെഷീനും ലഞ്ച് ബോക്സ് അങ്ങനെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണിച്ചു തരുമോ അത് കുറച്ച്? അപ്പൊ ഇതിന്റെ ഈ സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ്. നമ്മൾ പീസ് കട്ട് ചെയ്തതാണ്. ഇതൊക്കെ പാന്റിന്റെ കഷ്ണങ്ങളാണ്, പാന്റിന്റെ പോക്കറ്റ് ഓരോ കഷ്ണങ്ങൾ. അതായത് പാന്റ്, ജീൻസ് പാന്റിന് കട്ട് ചെയ്തിട്ട് ഒരു ബാഗാണ് ഡിസൈൻ ചെയ്യുന്നത്. സംഭവം കൊള്ളാം എന്തായാലും. ഇങ്ങനെ കട്ട് ചെയ്ത് ജീൻസിനെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി ഇതൊക്കെ. ശരി, ഇത് ഫുള്ള് ഇങ്ങനെ ഡിസൈൻ കൊടുത്ത് കട്ട് ചെയ്യും. രസമുണ്ടല്ലോ ഇത്. പുറത്തേക്ക് ഇത് ഞാൻ വെറുതെ സ്റ്റാർട്ടിങ് എനിക്ക് വെറുതെ ഒരു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ നമ്മളിത് ശരിക്കും കറക്റ്റ് വർക്ക് സെറ്റ് ആക്കിയിട്ട് ഇതൊക്കെ സെയിലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള. ഇത് കണ്ടോ, ഒരു ബാഗാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബാഗാണ് കേട്ടോ. പക്ഷേ ഇതിൽ നമുക്ക് ഒരു ജാക്കറ്റ് ആയിട്ട് ഇടാൻ പറ്റും. അടിയിലൊരു സിബ് ഉണ്ട് താഴേക്ക്. ഓക്കെ, ഷോ കൊള്ളാലോ സംഭവം. കൊള്ളാല്ലേ? സിബ് നമുക്ക് ജാക്കറ്റിന്റെ പിന്നെ സിബ് ഇടുകയും ചെയ്യാം. ജാക്കറ്റിന്റെ സിബ് ആക്കിയിട്ട് സിബ് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ബാഗായിട്ട് യൂസ് ചെയ്യാം. എവിടെയാണ് സിബിന്റെ? ഇത് ജാക്കറ്റ് കേട്ടോ. സിബ് നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നല്ല കൊള്ളണ്ടായല്ലോ. ഒരുപാട് ഐഡിയാസ് ഒക്കെ ഉണ്ട് അല്ലേ? നല്ലോണം ഇങ്ങനത്തെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഈ ചെരുപ്പുകളിലേക്കൊക്കെ വന്നിട്ടുണ്ടോ? ചെരുപ്പൊക്കെ ഫ്രോക്സ് ഒക്കെ ഡിസൈൻ ചെയ്യും. അതുണ്ടോ? കംപ്ലീറ്റ് ഒരു പാക്കാണ്. അപ്പോ ഡ്രസ്, ബാഗ്, പിന്നെ ഷൂ എല്ലാം ഒരു പാക്കാണല്ലേ? ഇതും അമൽ ചെയ്തതാണോ? ജീൻസ് വെച്ചിട്ടൊരു ബാഗാണ് കേട്ടോ. ബാക്കിലും നല്ല ഡിസൈനാണ്. ഇതൊക്കെ ജീൻസിന്റെ സംഭവങ്ങൾ കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് എല്ലാം വെച്ചിട്ടുള്ളത്. എന്തായാലും യങ് ടാലന്റ് തന്നെയാണ് എന്തായാലും. പിന്നെ ഈ ബാഗ്സും ചെറിയ വാലറ്റ്. ഓക്കെ, വാലറ്റും ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അയ്യോ, ഒരുപാട് ഐഡിയാസ്, ഒരുപാട് കഴിവുകൾ. എനിക്ക് നല്ല ഇതായിട്ട് തോന്നുന്നുണ്ട്, നല്ല രസമുണ്ട് എന്തായാലും. വേറെന്തെങ്കിലും ഓക്കെ, ഇതും ഡിസൈൻ ചെയ്താണല്ലേ ഈ പാൻസ്? ഓക്കെ, ഇതൊക്കെ നമുക്ക് ഷോയ്ക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഫാഷൻ ഷോസ്. ഇതിനനുസരിച്ചുള്ള ജാക്കറ്റ് മുകളിൽ ഇങ്ങനെ നമ്മുടെ ഇവിടെ സ്കെൽട്ടൻ കാണുന്ന പോലത്തെ അങ്ങനത്തെ ജാക്കറ്റ് ഇതിന്. ഇങ്ങനത്തെ സിമ്പിൾ വർക്കുകൾ
ഇപ്പോഴത്തെ യൂത്തും പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെ വർക്കുകൾ ഇതൊക്കെ അമൽ ചെയ്തതാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഈ ബൾക്കായിട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങിയോ? ബൾക്കായിട്ട് നമ്മൾ ജസ്റ്റ് ഓർഡർ അനുസരിച്ചിട്ട് കൊടുക്കുന്നുണ്ടോ? അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ്ഡ് വർക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണം. അതായത് നമുക്കൊരു കസ്റ്റമർക്ക് ആളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്ക് കുറച്ചും കൂടി ഇഷ്ടമാകും. അപ്പൊ നമ്മുടെ ഒരു കടയിൽ പോയിട്ട് എടുക്കുന്നതും ആള് പറഞ്ഞിട്ട് ആൾക്ക് ചെയ്ത് കൊടുക്കും. കസ്റ്റമൈസ്ഡ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, കൊള്ളാം. ഇനി വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? പിന്നെ ടോട്ടി ബാഗ്സ് ആണ്, പിന്നെ വോൾട്ട്, പിന്നെ എല്ലാം സെയിം ബാഗ് തന്നെയല്ലേ? ടോട്ട് തന്നെ. പിന്നെ നമ്മൾ ബാഗുകൾ നമ്മൾ എല്ലാ ടൈപ്പും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമ്മുടെ സ്റ്റോക്ക് ഒന്നും ഇല്ലാത്തതാണ് ഇത്. ഞാൻ പോസ് ചെയ്യട്ടെ. അടിപൊളി, ഭയങ്കര ഹാറ്റ്സ് ഓഫ്. പിന്നെ ഇവിടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ അത് സ്റ്റാർട്ടിങ് ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്ന് ഇപ്പം നമുക്ക് ക്ലാസിക് സ്റ്റോർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ക്ലാസിക് സ്റ്റോർ എന്ന് ഷോപ്പ് ഉണ്ട്. അവിടുത്തെ ഏട്ടന്മാർ നമുക്കിപ്പോൾ ജീൻസ് തന്നു തുടങ്ങി. നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ അവരുടെ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ ഫണ്ട് കൊടുത്താലും അവർ നമുക്ക് സ്റ്റോക്ക് ഇറക്കി തന്നു തുടങ്ങി. ഇനി ആർക്കെങ്കിലും ഇതുപോലെ ജീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമലിനെ അതിനെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. കാരണം നല്ല ടാലന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തായാലും ആ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എവിടെ അതൊന്ന് കാണിക്കാം. ഇതൊക്കെ കസ്റ്റമേഴ്സ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ്. നമ്മൾ കസ്റ്റമേഴ്സിന് ഏത് കളറാ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഈ ഫോട്ടോസ് അയച്ചു. അപ്പോൾ ഇതിൽ ഏത് കളറാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളർ എടുത്തിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ഇതൊക്കെ അവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ തരുന്ന സംഭവങ്ങളാണ്. എല്ലാം ആ ചേട്ടന്മാര് തരുന്നതാണ്. ചേട്ടന്മാര് ഏത് ഷോപ്പാണോ? ക്ലാസിക് സ്റ്റോർ. ക്ലാസിക് സ്റ്റോർ. ഓക്കെ ഓക്കെ. കുതിരയുടെ പോലത്തെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. കുതിരയുടെ ഒരു രൂപം നമ്മളിങ്ങനെ ജീൻസിൽ കട്ട് ചെയ്ത് ഓരോ കളേഴ്സ് വെച്ച് അപ്പോൾ നമ്മുടെ ആളുകളുടെ രൂപം വെച്ചിട്ട് തന്നെ അമല് ജീൻസുമ്മ നമ്മുടെ ആ ഷേപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യും. ഭയങ്കര ടാലൻ്റാണ് കേട്ടോ. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ചെറിയ രീതിയിൽ നിന്നാണ് ഇപ്പോൾ അമലിന് അത് തുടങ്ങി വെച്ചത്. എനിക്ക് തോന്നണില്ല ഇതൊരു ചെറിയ രീതിയിൽ, എനിക്ക് തോന്നില്ല കേട്ടോ. വലിയൊരു സംഭവമായിട്ടാണ് ഇനി മാറാൻ പോകുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്തായാലും എന്താ പറയാ, പരിചയപ്പെട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. ഇനി ഒരുപാട് എന്താ പറയുക, ഇതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങട്ടെ. അപ്പൊ പുതിയ ബ്രാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, നമ്മുടെ പ്രൊഡക്റ്റുകളാണ് ഇറക്കണത്. എല്ലാവരും ഫോളോ ചെയ്യാട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാ. ഓക്കെ, എന്തായാലും സെറ്റ് ആവട്ടെ, അടിപൊളി ആവട്ടെ, ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, പിന്നെ ഇതില് സ്പെഷ്യൽ താങ്ക്സ് അറിയാം ജെനിലിനോടാണ്. എനിക്ക് ഷോയിൽ ഫസ്റ്റ് ഇറങ്ങാൻ കാരണം ജെനിലിന്റെ മോഡലിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഡ്രസ്സ് ഇറക്കണത്. ആ കോസ്റ്റ്യൂം ഇറക്കിയാലാണ് ബാക്കിയുള്ളവരൊക്കെ നമ്മളെ വിളിച്ചു തുടങ്ങി. ആ ഒറ്റ ഷോയിൽ കണ്ടിട്ടാണ് ബാക്കി മോഡലിംഗ് കമ്പനീസിനെ നമ്മളെ മോഡലിംഗ് കമ്പനിയുടെ CEO ചെയ്യുന്ന ജെനില് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത്. അതിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ മോഡലും നമ്മുടെ വർക്ക്. ജെനിൽ എങ്ങനെ പരിചയപ്പെട്ടത്? ജെനിൽ എന്ന് പറയുമ്പോൾ നമ്മള് ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരുന്നു. ടാറ്റു ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വിട്ടുപോയൊരു സംഭവമാണ്. ടാറ്റു ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു വീട്ടിലൊക്കെ ടാറ്റു ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പൊ നമ്മൾ സിറ്റി സെന്ററിലായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു കടയിൽ വർക്ക് ചെയ്യുന്നതാണ് ജെനില്. അങ്ങനെയുള്ള കമ്പനി ആയിരുന്നു. പിന്നെ അങ്ങനെ ജനറൽ സപ്പോർട്ട് ഒക്കെ. എന്തായാലും ഒരുപാട് ആളുകളെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇനിയും മുമ്പോട്ട് പോകട്ടെ. ഡ്രീം ഒരു സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പം എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ഇനി അടിപൊളി വലിയൊരാളായിട്ട് എനിക്ക് കാണണം. താങ്ക് യു സോ മച്ച്.